ഹായ് എവരി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പൂർണ്ണമായും ഈ ഭരണ സംവിധാനത്തിലേക്ക് മാറിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമേത്? പൂർണ്ണമായും ഈ ഭരണ സംവിധാനത്തിലേക്ക് മാറിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമേത്? കേരളം. ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാഞ്ചി? ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാഞ്ചി? ഒഡീഷ. ഒഡീഷ. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത്? സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത്? നേർവഴി. നേർവഴി. ഏത് രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ക്ലോഡിയ ഷെയ്ൻബോം? ഏത് രാജ്യത്തിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ക്ലോഡിയ ഷെയ്ൻബോം? മെക്സിക്കോ. മെക്സിക്കോ. 2024 പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയതാരെ? 2024 പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയതാരെ? അടൂർ ഗോപാലകൃഷ്ണൻ. കുളച്ചൽ വിജയ യോദ്ധാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ എവിടെയാണ്? കുളച്ചൽ വിജയ യോദ്ധാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ എവിടെയാണ്? തിരുവനന്തപുരം. അലഞ്ഞു തിരിയുന്ന കന്നുകാലികളിൽ നിന്ന് വിളകൾക്ക് സംരക്ഷണം നൽകാനുള്ള മുഖ്യമന്ത്രി ഗേറ്റ് സുരക്ഷാ യോജന ആരംഭിച്ച സംസ്ഥാനമേത്? അലഞ്ഞു തിരിയുന്ന കന്നുകാലികളിൽ നിന്ന് വിളകൾക്ക് സംരക്ഷണം നൽകാനുള്ള മുഖ്യമന്ത്രി ഗേറ്റ് സുരക്ഷാ യോജന ആരംഭിച്ച സംസ്ഥാനമേത്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുത്ത ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും ഡ്രൈവിംഗ് സ്കൂളുകളിലും വിജിലൻസ് നടത്തിയ പരിശോധനയേത്? സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുത്ത ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും ഡ്രൈവിംഗ് സ്കൂളുകളിലും വിജിലൻസ് നടത്തിയ പരിശോധനയേത്? ഓപ്പറേഷൻ സ്റ്റെപ്പിനി. ഓപ്പറേഷൻ സ്റ്റെപ്പിനി. ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രീറ്റ് ഫുഡ് മധുരപലഹാരങ്ങളുടെ പട്ടികയിൽ 14-ാം സ്ഥാനം നേടിയ ഇന്ത്യൻ പലഹാരമേത്? ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രീറ്റ് ഫുഡ് മധുര പലഹാരങ്ങളുടെ പട്ടികയിൽ 14-ാം സ്ഥാനം നേടിയ ഇന്ത്യൻ പലഹാരമേത്? മൈസൂർ പാക്ക്. മൈസൂർ പാക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ജൂപ്പിറ്റർ 3. ജൂപ്പിറ്റർ 3. തലകൊണ്ടിടിച്ച് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഫുട്ബോൾ കളിക്കാരനാരെ? ഹെഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഫുട്ബോൾ കളിക്കാരനാരെ? ക്രിസ്റ്റിയാനോ റൊണാൾഡോ. ക്രിസ്റ്റിയാനോ റൊണാൾഡോ. 2023 ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് നടന്നതെവിടെ? 2023 ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് നടന്നതെവിടെ? കാനഡ. കാനഡ.
2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ടൂർണമെൻറ്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാരെ? 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ടൂർണമെൻറ്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാരെ? ജസ്പ്രീത് ബുംറ. ജസ്പ്രീത് ബുംറ. 2022 JC ഡാനിയൽ അവാർഡ് ജേതാവാരെ? 2022 JC ഡാനിയൽ അവാർഡ് ജേതാവാരെ? TV ചന്ദ്രൻ. TV ചന്ദ്രൻ. 2024 പുതുവർഷ ദിനത്തിൽ ജനുവരി 1 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമേത്? 2024 പുതുവർഷ ദിനത്തിൽ ജനുവരി 1 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമേത്? എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ വിന്നേഴ്സ് എഡ്യൂസോണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി റെഫർ ചെയ്യണം കേട്ടോ എല്ലാവരും. കടലിനടിയിലെ ടൂറിസം ആരംഭിക്കുന്ന സബ്മറൈൻ ടൂറിസം ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമേത്? കടലിനടിയിലെ ടൂറിസം ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമേത്? ഗുജറാത്ത്. ഗുജറാത്ത്. മലയാളിയായ ആനി ജോർജ് മാത്യു ഏത് ഭരണഘടനാ സ്ഥാപനത്തിലെ അംഗമായാണ് നിയമിതയായത്? മലയാളിയായ ആനി ജോർജ് മാത്യു ഏത് ഭരണഘടനാ സ്ഥാപനത്തിലെ അംഗമായാണ് നിയമിതയായത്? കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുഷ്പക് ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുഷ്പക് ചുവടെ പറയുന്നവയിൽ ഏതാണ്? പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനം. പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. ഏത് സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് ഉത്കല വിമാനത്താവളം? ഒഡീഷ. 2023 ഏഷ്യാഡിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്ര? 107. കോൺഗ്രസ് പ്രസിഡന്റായ ഏക കേരളീയനാരെ? കോൺഗ്രസ് പ്രസിഡന്റായ ഏക കേരളീയനാരെ? സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയത് എന്ന്? സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയത് എന്ന്? 1928. സ്വാതന്ത്ര്യ സമരത്തിലെ വിവിധ സംഭവങ്ങൾ നടന്ന വർഷങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ജാലിയം വാലാബാഗ് കൂട്ടക്കൊല 1913. ചൗരിച്ചേര സംഭവം 1922. ഉപ്പ് സത്യാഗ്രഹം 1930. ക്വിറ്റ് ഇന്ത്യ 1940. ശരിയായ ജോഡികളേവ? ശരിയായ ജോഡികളേവ? സി 2ഉം 3ഉം മാത്രം. 2ഉം 3ഉം മാത്രം. 2 ഏതാണ്? 1922. ഉപ്പ് സത്യാഗ്രഹം 1930. ക്വിറ്റ് ഇന്ത്യ 1942. ജാലിയം വാലാബാഗ് 1919 ആണ്. ഇന്ത്യയിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെ? ഇന്ത്യയിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെ? ബാലഗംഗാധര തിലകൻ, ആനി ബസന്റ്. ബാലഗംഗാധര തിലകൻ, ആനി ബസന്റ്. CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923
രൂപം നൽകിയ രാഷ്ട്രീയ കക്ഷിയേത്? CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 രൂപം നൽകിയ രാഷ്ട്രീയ കക്ഷിയേത്? സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി. ഇന്ത്യയും പാകിസ്ഥാനുമായി താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച വർഷമേത്? ഇന്ത്യയും പാകിസ്ഥാനുമായി താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച വർഷമേത്? 1966. കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരി ലാൽ നന്ദ. ഗുൽസാരി ലാൽ നന്ദ. ഇന്ത്യയിൽ സംസ്ഥാന ഗവർണർ പദവി വഹിച്ച ആദ്യത്തെ വനിതയാര്? ഇന്ത്യയിൽ സംസ്ഥാന ഗവർണർ പദവി വഹിച്ച ആദ്യത്തെ വനിതയാര്? സരോജിനി നായിഡു. സരോജിനി നായിഡു. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം പോഖ്റാനിൽ നടന്ന വർഷമേത്? ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം പോഖ്റാനിൽ നടന്ന വർഷമേത്? 1974. 1974. ഇന്ത്യയിൽ ഒടുവിലായി രൂപം കൊണ്ട സംസ്ഥാനങ്ങൾ, നിലവിൽ വന്ന വർഷം എന്നിവയുടെ പട്ടിക ചുവടെ തന്നിരിക്കുന്നു. തെലങ്കാന 2014 ജൂൺ. ഉത്തരാഖണ്ഡ് 2000 നവംബർ. ജാർഖണ്ഡ് 2000 നവംബർ. ഛത്തീസ്ഗഡ് 2000 നവംബർ. ശരിയായ ജോഡികളേവ? ശരിയായ ജോഡികളേവ? എല്ലാം ശരിയാണ്. തെലങ്കാന 2014 ജൂൺ, ഉത്തരാഖണ്ഡ് 2000 നവംബർ, ജാർഖണ്ഡ് 2000 നവംബർ, ഛത്തീസ്ഗഡ് 2000 നവംബർ. ശരിയായ ജോഡികളേവ? എല്ലാം ശരിയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കാലയളവ് ഏത്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കാലയളവ് ഏത്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. തൃശ്ശൂർ ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ ഏതെല്ലാം? തൃശ്ശൂർ ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ ഏതെല്ലാം? 2ഉം 4ഉം ശരി. അതിരംപിള്ളി, വാഴച്ചാൽ. അതിരംപിള്ളി, വാഴച്ചാൽ. പെരിയാർ നദീവ്യൂഹത്തിലെ ജലവൈദ്യുത പദ്ധതി അല്ലാത്തത് ഏത്? പെരിയാർ നദീവ്യൂഹത്തിലെ ജലവൈദ്യുത പദ്ധതി അല്ലാത്തത് ഏത്? ഡി. കല്ലട. പെരിയാർ നദീവ്യൂഹത്തിലെ ജലവൈദ്യുത പദ്ധതി അല്ലാത്തത് ഏത്? കല്ലട. ഏത് പുഴയ്ക്ക് കുറുകെയുള്ള പാലമാണ് മൊയ്തു പാലം? ഏത് പുഴയ്ക്ക് കുറുകെയുള്ള പാലമാണ് മൊയ്തു പാലം? അഞ്ചരക്കണ്ടിപ്പുഴ. അഞ്ചരക്കണ്ടിപ്പുഴ. ഏത് ജില്ലയിലെ ബീച്ചാണ് കണ്വ തീർത്ഥം? ഏത് ജില്ലയിലെ ബീച്ചാണ് കണ്വ തീർത്ഥം? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ബീച്ചാണ് കണ്വ തീർത്ഥം. പ്രിയദർശിനി പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പ്രിയദർശിനി പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം. കേരളത്തിലെ ഏതാനും കായലുകൾ ചുവടെ നൽകുന്നു. അഞ്ചുതെങ്ങ് കായൽ, പൂക്കോട് തടാകം, വെള്ളായണി കായൽ, വേമ്പനാട്ട് കായൽ. തെക്കുനിന്ന് വടക്കോട്ട് എന്നുള്ള ശരിയായ ക്രമമേത്? തെക്കുനിന്ന് വടക്കോട്ട് എന്നുള്ള ശരിയായ ക്രമമേത്? 3 വെള്ളായണി കായൽ, 1 അഞ്ചുതെങ്ങ് കായൽ, 4 വേമ്പനാട്ടു കായൽ, 2 പൂക്കോട് തടാകം. ബി ആണ് ആൻസർ. ആൻസർ ബി ആണ്.
മുൻപ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത്? മുമ്പ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത്? കുമരകം പക്ഷിസങ്കേതം. കുമരകം പക്ഷിസങ്കേതം. കേരളത്തിൽ ശർക്കര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിൽ ശർക്കര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മറയൂർ. മറയൂർ. കേരളത്തിൽ ശർക്കര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മറയൂർ. കേരളത്തിലെ ഏത് നിർമ്മിതിയുടെ പ്രധാന ശില്പിയായിരുന്നു റോബർട്ട് ബ്രിസ്റ്റോ? കേരളത്തിലെ ഏത് നിർമ്മിതിയുടെ പ്രധാന ശില്പിയായിരുന്നു റോബർട്ട് ബ്രിസ്റ്റോ? കൊച്ചി തുറമുഖം. കൊച്ചി തുറമുഖം. കേരളത്തിലെ ഏത് നിർമ്മിതിയുടെ പ്രധാന ശില്പിയായിരുന്നു റോബർട്ട് ബ്രിസ്റ്റോ? കൊച്ചി തുറമുഖം. KP കേശവമേനോൻ്റെ കൃതി അല്ലാത്തത് ഏത്? KP കേശവമേനോൻ്റെ കൃതി അല്ലാത്തത് ഏത്? കേരളം വളരുന്നു. കേരളം വളരുന്നു. 1890 സെപ്റ്റംബറിൽ മുച്ചുകുന്നിൽ ജനിച്ച കേരളത്തിലെ നേതാവാരെ? 1890 സെപ്റ്റംബറിൽ മുച്ചുകുന്നിൽ ജനിച്ച കേരളത്തിലെ നേതാവാരെ? K. കേളപ്പൻ. K. കേളപ്പൻ. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ചിത്രീകരിക്കുന്ന ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചതാരെ? ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ചിത്രീകരിക്കുന്ന ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചതാരെ? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ. വിദ്യാധിരാജൻ എന്ന് വിളിക്കപ്പെട്ടതാരെ? ചട്ടമ്പി സ്വാമികൾ. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാൾ. പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തങ്ങൾ, അധികാരങ്ങൾ എന്നിവ പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏത്? 11-ാം പട്ടിക. 11-ാം പട്ടിക. ഭരണഘടനയുടെ അനുച്ഛേദം 368 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭരണഘടനയുടെ അനുച്ഛേദം 368 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതി. കേന്ദ്രവും സംസ്ഥാനങ്ങളുമായി ആദായനികുതി വീതിച്ചെടുക്കുന്നതിൻ്റെ അനുപാതം ശുപാർശ ചെയ്യുന്നതാരെ? കേന്ദ്രവും സംസ്ഥാനങ്ങളുമായി ആദായനികുതി വീതിച്ചെടുക്കുന്നതിൻ്റെ അനുപാതം ശുപാർശ ചെയ്യുന്നതാരെ? കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. തൊഴിൽ കരമായി ഈടാക്കാവുന്ന പരമാവധി തുക എത്ര? തൊഴിൽ കരമായി ഈടാക്കാവുന്ന പരമാവധി തുക എത്ര? 2500 രൂപ. 2500 രൂപ. ഇന്ത്യയിൽ പൊതുമാപ്പ് നൽകാൻ അധികാരപ്പെട്ടതാരെ? ഇന്ത്യയിൽ പൊതുമാപ്പ് നൽകാൻ അധികാരപ്പെട്ടതാരെ? രാഷ്ട്രപതി. രാഷ്ട്രപതി. കാളി, ടീസ്റ്റ നദികൾ വേർതിരിക്കുന്ന ഹിമാലയൻ മേഖല ഏത്? കാളി, ടീസ്റ്റ നദികൾ വേർതിരിക്കുന്ന ഹിമാലയൻ മേഖല ഏത്? മധ്യ ഹിമാലയം. മധ്യ ഹിമാലയം.
ശ്രീനഗർ പട്ടണം ഏത് തടാകത്തിൻ്റെ തീരത്താണ്? ശ്രീനഗർ പട്ടണം ഏത് തടാകത്തിൻ്റെ തീരത്താണ്? ദാൽ തടാകത്തിൻ്റെ. ഏത് കാർഷിക വിളയാണ് ഡാർജിലിംഗ് മേഖല പ്രസിദ്ധം? ഏത് കാർഷിക വിളയ്ക്കാണ് ഡാർജിലിംഗ് മേഖല പ്രസിദ്ധം? തേയില. ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്ന കെയ്ബുൾ ലംജാവോ ഏത് സംസ്ഥാനത്താണ്? ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്ന കെയ്ബുൾ ലംജാവോ ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂർ. മണിപ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല ഉദ്യാനമേത്? ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല ഉദ്യാനമേത്? നീലഗിരി. നീലഗിരി. സർക്കാർ ആവിഷ്കരിച്ച കാർസാപ്പ് പദ്ധതിയുടെ ലക്ഷ്യമെന്ത്? സർക്കാർ ആവിഷ്കരിച്ച കാർസാപ്പ് പദ്ധതിയുടെ ലക്ഷ്യമെന്ത്? രോഗകാരികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടുക. രോഗകാരികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടുക. പ്രായപൂർത്തിയായ ആരോഗ്യവാനായ ഒരാളിലെ ഹീമോഗ്ലോബിൻ്റെ ശരാശരി അളവെത്ര? പ്രായപൂർത്തിയായ ആരോഗ്യവാനായ ഒരാളിലെ ഹീമോഗ്ലോബിൻ്റെ ശരാശരി അളവെത്ര? എ 12 to 17 ഗ്രാം 100 മില്ലി രക്തം. 12 to 17 ഗ്രാം 100 മില്ലി രക്തം. വാക്സിനേഷൻ എന്ന പദം രൂപം കൊള്ളാനിടയായ ലാറ്റിൻ വാക്കായ വാക്ക എന്നതിൻ്റെ അർത്ഥമെന്ത്? വാക്സിനേഷൻ എന്ന പദം രൂപം കൊള്ളാനിടയായ ലാറ്റിൻ വാക്കായ വാക്ക എന്നതിൻ്റെ അർത്ഥമെന്ത്? പശു. പശു. സി. പശു. ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും എങ്ങനെ വിളിക്കുന്നു? ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും എങ്ങനെ വിളിക്കുന്നു? ആൻറ്റിജനുകൾ. ആൻറ്റിജനുകൾ. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. രാത്രികാലത്താണ് മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കൂടുതൽ. പകൽ സമയത്ത് മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞിരിക്കും. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ബി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ചുവടെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമല്ലാത്തതേത്? ചുവടെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമല്ലാത്തത് ഏത്? സി. ഈസ്ട്രജൻ. ഈസ്ട്രജൻ. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമേത്? ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമേത്? ലീച്ചിങ്. ലീച്ചിങ്. കാന്തിക സ്വഭാവമുള്ള അലോയ് സ്റ്റീലിൻ്റെ ഉദാഹരണമേത്? കാന്തിക സ്വഭാവമുള്ള അലോയ് സ്റ്റീലിൻ്റെ ഉദാഹരണമേത്? അൽനിക്കോ. അൽനിക്കോ. റിഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കുന്ന ക്രമീകരണമേത്? റിഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കുന്ന ക്രമീകരണമേത്? ഗാൽവനിക് സെൽ. ഗാൽവനിക് സെൽ.
താഴെ പറയുന്നവയിൽ ഗ്രീൻ എനർജി ഏത്? താഴെ പറയുന്നവയിൽ ഗ്രീൻ എനർജി ഏത്? ബയോഗ്യാസ്. ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ഊർജ മാറ്റത്തിൻ്റെ ശരിയായ ക്രമമേത്? ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഊർജ മാറ്റത്തിൻ്റെ ശരിയായ ക്രമമേത്? എ. ന്യൂക്ലിയർ ഊർജം, താപോർജം, യാന്ത്രികോർജം, വൈദ്യുതോർജം. ന്യൂക്ലിയർ ഊർജം, താപോർജം, യാന്ത്രികോർജം, വൈദ്യുതോർജം. ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ഊർജ മാറ്റത്തിൻ്റെ ശരിയായ ക്രമമേത്? വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതെന്ത്? വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതെന്ത്? കോൺവെക്സ് ലെൻസ്. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതെന്ത്? കോൺവെക്സ് ലെൻസ്. ലോകമെമ്പാടും മലയാള ഭാഷയും സംസ്കാരവും പ്രചരിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സംരംഭം ഏത്? ലോകമെമ്പാടും മലയാള ഭാഷയും സംസ്കാരവും പ്രചരിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സംരംഭം ഏത്? മലയാളം മിഷൻ. KPSC പുറത്തിറക്കിയ രണ്ടാമത്തെ നാടകം ഏതായിരുന്നു? KPSC പുറത്തിറക്കിയ രണ്ടാമത്തെ നാടകം ഏതായിരുന്നു? നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഏത് മലയാളം നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം? ഏത് മലയാളം നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം? ഒരു ദേശത്തിൻ്റെ കഥ. പഞ്ചരത്ന കീർത്തനങ്ങൾ ആരുടെ രചനയാണ്? ത്യാഗരാജസ്വാമികൾ. വിവിധ കായിക ഇനങ്ങൾ, ട്രോഫികൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയല്ലാത്ത ജോഡി ഏത്? വിവിധ കായിക ഇനങ്ങൾ, ട്രോഫികൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയല്ലാത്ത ജോഡി ഏത്? ബെയ്ക്ടൺ കപ്പ് ടെന്നീസ്. നാഗപതിവയ്ക്കലിലൂടെ മുളപ്പിച്ചെടുക്കുന്ന ചെടിക്ക് ഉദാഹരണമേത്? മുല്ലാമുഖി ഏതിനം സങ്കരവിളയ്ക്ക് ഉദാഹരണമാണ്? മുളക്. ചുവടെ പറയുന്നവയിൽ ജീവാണുവളത്തിന് ഉദാഹരണമേത്? സ്യൂഡോമോണാസ്. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? കൂൺ കൃഷി, മഷ്റൂം കൾച്ചർ. മുയൽ വളർത്തൽ, കൂണി കൾച്ചർ. തേനീച്ച വളർത്തൽ, എപ്പികൾച്ചർ. പുഷ്പകൃഷി, പിസി കൾച്ചർ. ഡി. പുഷ്പകൃഷി, പിസി കൾച്ചർ. നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്ന ആസിഡ് ഏത്? അസ്കോർബിക് ആസിഡ്. ഭാവിയുടെ ഊർജ വാഗ്ദാനം എന്ന് അറിയപ്പെടുന്നതെന്ത്? ഹൈഡ്രജൻ. മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതെന്ത്?
മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമേത്? ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമേത്? സ്വിച്ച്.